പി.ആർ. ശിവശങ്കർ, ED, NIA അടക്കം 10ഓളം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ സർക്കാരിനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു CPM ആരോപിച്ചതാണ്. അവർ അതിൽ പൊതുസമരമായി മുന്നോട്ട് പോവുകയുമാണ്. അതിനു ബദലായാണോ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപുള്ള കേസുകൾ MK രാഘവൻ MPയുടെ കേസടക്കം ഇപ്പോൾ പൊടിതട്ടിയെടുക്കുന്നത്? ഒരു രാഷ്ട്രീയായുധത്തെ പ്രതിരോധിക്കാൻ വിജിലൻസ് എന്ന മറ്റൊരു രാഷ്ട്രീയായുധം എന്ന നിലപാട് BJPക്കുണ്ടോ? ശ്രീ പി.ആർ. ശിവശങ്കർ. ലക്ഷ്മി, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, താങ്കൾ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം താങ്കൾ എന്നെ ക്ഷണിക്കാത്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അത്രയേറെ മലീമസമാക്കി ഈ ഡിബേറ്റിൻ്റെ വേദി എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മൗനമാണ് എൻ്റെ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് എന്നോട് ഒരു ക്ഷമ ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. താങ്കൾ പറഞ്ഞ രാഷ്ട്രീയമായ ഈ കാര്യം എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ഇതുവരെ BJPയുടെ നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായിരുന്നു ഇന്ന് കേരളത്തിൽ നടന്നിരുന്നതെന്ന് സാധാരണ മനുഷ്യർക്ക്, യുക്തിഭദ്രമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഇതുവരെ നമുക്കറിയാമല്ലോ, ശ്രീ ബാലകൃഷ്ണപിള്ള ഒഴിച്ച് ഒരൊറ്റ നേതാവും ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ദ പൊളിറ്റീഷ്യൻസ് ആർ ഫേസിങ് ദ ഹീറ്റ്. അതൊരു സംശയവുമില്ല. കാരണം അത് ഇന്ന് ഭരണകക്ഷി കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ നിന്നായാലും ആ ഏജൻസിയുടെ അന്വേഷണം വന്നപ്പോൾ വർഷങ്ങളായി ഒരുപക്ഷെ പല രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ എല്ലാവരും മറന്നുപോയ പല കേസുകളും എടുത്ത് പൊടിതട്ടി, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊടിതട്ടി അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ആരോപിക്കുന്ന യഥാർത്ഥ പ്രശ്നം. കാരണം നമുക്കറിയാമല്ലോ, ഈ 2 ദിവസം മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു UDFൻ്റെ ഒരു മുൻ മന്ത്രി, അവർ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ മുന്നിലൊക്കെ ഞങ്ങളൊക്കെ ഭരിക്കുമ്പോൾ എന്തോരം കേസുകളാണ് വരുന്നത്, അതുകൊണ്ട് ഈ കേസുകളൊക്കെ ഇങ്ങനെ എടുത്താൽ എന്താകും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ UDFൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു മന്ത്രിയില്ലേ. അത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ നടത്തിയ പല തട്ടിപ്പുകളും കേസുകളും UDF വന്നപ്പോൾ ഞങ്ങൾ മുക്കിയിട്ടുണ്ട്. അതുപോലെ ഇത് മുക്കണ്ടേ? എന്തിനാണ് ഈ കേസുകളൊക്കെ എടുക്കുന്നത്? എന്തുകൊണ്ട് ഈ പുനർജനിയുടെ കാര്യത്തിൽ VD സതീശൻ്റെ കേസ് 2 വർഷമായില്ലേ? അതല്ലേ ഏറ്റവും ചെറിയ കേസ്. രാഘവൻ്റെ ആയാലും അനിൽകുമാറിൻ്റെ ആയാലും സോളാർ കേസായാലും എന്ന് വേണ്ട, കേരളത്തിൽ ഇന്ന് വിജിലൻസ് അന്വേഷിക്കുന്ന എത്രയോ കേസുകൾ സംസ്ഥാനത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ലല്ലോ, EDയുടെ അന്വേഷണം, വിജിലൻസിൻ്റെ അന്വേഷണമൊക്കെ പോട്ടെ, കോടതിയിൽ പോയിട്ടുള്ള മൂവാറ്റുപുഴ കോടതിയിൽ തന്നെയുള്ള എത്ര കേസുകൾ പ്രോസിക്യൂഷനിൽ ഈ സംസ്ഥാന സർക്കാർ ഇന്ന് അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ അതും വലിയൊരു തെറ്റല്ലേ? അടുത്തത് പോട്ടെ, CBI ഇവിടെ കശുവണ്ടി ഒരു തട്ടിപ്പിൽ, തോട്ടണ്ടി ഇറക്കുമതി കേസിൽ ഏതാണ്ട് 500 കോടിയുടെ തട്ടിപ്പിൽ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായിട്ടുള്ള കേസിൽ ഈ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടുണ്ടോ അതിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിരന്തരമായി ഇവർ ഏത് പ്രതികൾക്കെതിരെയായാലും മറ്റ് എതിർ കക്ഷിയായ രാഷ്ട്രീയ നേതാവിനെ, അത് UDFൻ്റെ കാലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPMൻ്റെ കാലഘട്ടത്തിൽ UDFനെതിരെയുമുള്ള ഒരു കേസും അന്വേഷിക്കുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് വിജിലൻസിലോ അല്ലെങ്കിൽ കോടതിയിലോ കൊണ്ടുപോയാൽ തന്നെ ഇവർ പ്രോസിക്യൂഷന് പോലും അനുമതി നൽകില്ല എന്നത് ഈ സംസ്ഥാന സർക്കാർ രണ്ടുപേരും അന്യോന്യം ഒക്കെ ചങ്ങാതിമാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. ഒരു സംശയവുമില്ല. ഒരു കാര്യവും കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു സിനിമാ നടി പീഡിപ്പിക്കട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവുണ്ടല്ലോ, ഒരു MLAയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ അറസ്റ്റ് ചെയ്ത പ്രതിക്ക് കിട്ടിയ ഒരു പാരിതോഷികങ്ങളും മറ്റും വേറെ. എന്തുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ ആ MLA രാജിവെക്കണമെന്ന് പറയുന്നില്ല? യഥാർത്ഥത്തിൽ അദ്ദേഹത്തെയും കൂടെ അറസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഇവരൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയില്ല. ഇവർക്കെല്ലാവർക്കും അന്യോന്യം ഭയപ്പെടാനുണ്ട്. ഇത് നിവർത്തി കേടുകൊണ്ട് കോൺഗ്രസിനെ ഇപ്പോൾ CPM ദ്രോഹിക്കുകയാണ്. തങ്ങളുടെ മേറിയ ആ ചെളി വാരിയെറിയാൻ CPMനെ CPM കോൺഗ്രസിനെ ഉപയോഗിക്കുകയാണ്. അതല്ലാതെ ഇതിൽ മറ്റൊന്നുമില്ല. ഈ വിജിലൻസ് അന്വേഷണവും എങ്ങും എത്താൻ പോകുന്നില്ല. ഈ ആരോപണങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ വലിയ ആരോപണങ്ങളാണ്, വലിയ തട്ടിപ്പിൻ്റെയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയോടക്കം എടുത്ത വലിയ ആരോപണങ്ങൾക്കെതിരെ സത്യത്തിൽ ഇത് പുറത്തേക്ക് വരണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്ന് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.